ഇനി നമുക്ക് വേണ്ടത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സൂപ്പർ 60 ആണ്. 60 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ ഇതാ തരാൻ പോവുകയാണ്. നാളെ എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ ഇതാ തരാൻ പോവുകയാണ്. 60 ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം അങ്ങനെ തന്നെ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഫേസ്ബുക്കിലാണെങ്കിൽ ഇൻവോയ്സ് ആണ് സോഴ്സ് ഡോക്യുമെന്റ്. കൺസർവേറ്റിസം ആണ് എ എന്ന് പറയുന്നത്. കൺസർവേറ്റിസം ആണ് എ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. നമുക്ക് റോങ് ബാലൻസിംഗ് ഓഫ് ഫർണിച്ചർ അക്കൗണ്ട് ടോട്ടൽ അതിനെ വിളിക്കുന്ന പേരാണത് ക്യാപിറ്റൽ റിസർവ്സ്. എന്നാൽ റവന്യൂ അതിനുശേഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആ സമയത്ത് അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, മെഷീനറി പർച്ചേസ് ചെയ്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അക്കൗണ്ടിംഗ് റൂളുകളെ കുറിച്ച് ചോദ്യം ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ് ക്യാഷ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് എത്ര 5000 ആണ്. 5000 ആണെങ്കിൽ അതിന്റെ 9% ഈച്ച് ആണ്. സോ 450 ഇൻപുട്ട് വരും. CGST അതുപോലെ തന്നെ 450 SGST വരുന്നു. 5000 ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. റൈറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ക്രാപ്പ് വാല്യൂ. ഇവിടെ എത്ര സ്ക്രാപ്പ് വാല്യൂ? 10,000 അല്ലേ? ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഫേമിന്റെ ഡേ ടു ഡേ ലൈഫിൽ അല്ലാത്ത രീതിയിൽ ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്കേഴ്സ് നീഡ് ക്വാളിറ്റേറ്റീവ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ. കാസ്റ്റ് പ്രിൻസിപ്പൽസ് ഉണ്ട്, കൺസർവേറ്റീവ്സ് ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്, ഗോയിങ് കൺസേൺ ഉണ്ട്. ഇവിടെ പർച്ചേസ് ഡേ ബുക്ക് ആണ് നമ്മളിപ്പോ പറഞ്ഞ അതേപോലെ റെക്കോർഡ് ചെയ്യും. ക്യാഷ് ഫാസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് വരാനുള്ള വേരിയസ് റീസൺസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നിട്ടാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇക്വേഷൻ. പറഞ്ഞാൽ ഇവിടെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫൈൻ, നമുക്ക് എല്ലാവർക്കും വരാം. ട്രയൽ ബാലൻസിൽ ഒരു പ്രൊവിഷൻ കൊടുക്കും. അസറ്റ്സ് ആണ്. അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ കറണ്ട് അസറ്റും. ഇത് തന്നെയാണ് എക്സാമിനേഷന്റെ സ്ഥിരം കോർണേഴ്സും. ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെന്റ്. ഈ ട്രാൻസാക്ഷൻ വന്നോ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. എക്സ്പെൻസിനെ അസറ്റ് ആക്കിയാൽ അത് എന്ത് എററാണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഡിപ്രീസിയേഷൻ ചാർജ് 20% ഓൺ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്ക് പോകുന്നു. ഡബിൾ കോളക്കേഷൻ ആണ്. ഫർദർ ബാഡ് റെക്കോർഡ് ചെയ്തു, ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്തു.